ബലൂചിസ്ഥാനിലെ കലത്ത് ജില്ലയിൽ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ആക്രമണത്തിൽ പാകിസ്ഥാൻ എലൈറ്റ് സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിലെ 2 കമാൻഡോകൾ ഉൾപ്പെടെ 9 സൈനികർ കൊല്ലപ്പെട്ടു. സുരക്ഷാ സേനയുടെ വാഹനവ്യൂഹത്തെ ലക്ഷ്യമിട്ടായിരുന്നു BLAയുടെ ആക്രമണം. BLA പാകിസ്ഥാൻ സംഘർഷത്തിൽ ബലൂചിസ്ഥാനിൽ 9 പാക് സൈനികർ കൊല്ലപ്പെട്ടു. സ്നൈപ്പറുകളും റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും ഉൾപ്പെടെയാണ് ബലൂചിസ്ഥാൻ വിമതർ ആക്രമണത്തിനായി ഉപയോഗിച്ചത്. 2 സൈനിക വാഹനങ്ങൾ തകർന്നതും പാകിസ്ഥാൻ സൈന്യത്തിന് തിരിച്ചടിയായി. ഇരുവിഭാഗവും തമ്മിലുള്ള രൂക്ഷമായ വെടിവെപ്പ് 1 മണിക്കൂറോളം നീണ്ടുനിന്നതായി റിപ്പോർട്ടുണ്ട്. പാകിസ്ഥാൻ സർക്കാരിൽ നിന്ന് സാമ്പത്തിക ചൂഷണവും ഒറ്റപ്പെടുത്തലും നേരിടുന്ന ബലൂചിസ്ഥാൻ ദശാബ്ദങ്ങളായി പോരാട്ടത്തിലാണ്. സുരക്ഷാസേന, സർക്കാർ സ്ഥാപനങ്ങൾ, ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ എന്നിവയെ ഇവർ പതിവായി ലക്ഷ്യമിടുന്നു. ഇതിനു മുൻപും ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ നിരവധി ആക്രമണങ്ങൾ പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ട്. ഒക്ടോബർ 7 പാകിസ്ഥാനിൽ ജാഫർ എക്സ്പ്രസിൽ നടന്ന സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ബലൂച്ച് റിപ്പബ്ലിക്കൻ ഗാർഡ്സ് ഏറ്റെടുത്തിരുന്നു. പാകിസ്ഥാനിലെ സിന്ധ് ബലൂചിസ്ഥാൻ അതിർത്തിക്ക് സമീപമുള്ള സുൽത്താൻ കോട്ടിന് സമീപമാണ് സ്ഫോടനം നടന്നത്. റാവൽപിണ്ടിയിൽ നിന്ന് ക്വറ്റയിലേക്ക് വന്ന ട്രെയിനിലാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിൽ 4 ബോഗികൾ പാളം തെറ്റിയെന്നും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ബലൂചിസ്ഥാൻ വിഘടനവാദികൾക്ക് സ്വാധീനമുള്ള സ്ഥലത്താണ് ആക്രമണം നടന്നത്. ട്രെയിനിലുണ്ടായിരുന്ന പട്ടാളക്കാരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം നടന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം വരെ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും BRG പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു.